ഒഴിവ് സമയങ്ങളിൽ ശ്രീനിവാസനാണ് കൂടുതലും കത്തുകൾ വിളിച്ച് വായിക്കുക. ഈ സിനിമയിൽ ഞാൻ ഒരു വാക്കേ സംസാരിച്ചു, 2 വാക്ക്. ഇത്രയും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ആവുന്ന ഞാൻ ഓർത്തില്ല. അത്രയധികം സിനിമകളെല്ലാം എൻ്റെ സിനിമകളാണ് എൻ്റെ വിശ്വാസം. ചേട്ടൻ ഇനി മുതൽ ഇത്രയും നാള് വിളിച്ച് ശീലിച്ച മമ്മൂക്ക എന്നുള്ളത് പെട്ടെന്ന് മമ്മൂട്ടി ചേട്ടനായി മാറിയത് ഈ സിനിമയുടെ ഒരു മാജിക്കായി ഞങ്ങൾ കാണുന്നു. അപ്പോൾ ഈ വിജയത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ കൂടെ നിന്ന് ഇത്രയും സപ്പോർട്ട് തന്ന മമ്മൂക്കയെ ഒരു വാക്ക് സംസാരിക്കാൻ ഞാൻ ക്ഷണിക്കുന്നു. താങ്ക് യു. നമസ്കാരം. ഈ സിനിമയിൽ ഞാൻ ഒരു വാക്കേ സംസാരിച്ചു, 2 വാക്കേ സംസാരിച്ചിട്ടുണ്ട്. സിനിമയുടെ കഥയുണ്ട്. ഞാൻ സിനിമയിൽ വന്ന കാലത്ത് അന്ന് എനിക്ക് വുഡ്ലാൻഡ്സ് ഹോട്ടലിൻ്റെ അഡ്രസ്സിലാണെന്ന് നാനയിൽ എൻ്റെ മേൽവിലാസം കൊടുത്തത്. ഈ ആരാധകരുടെ കത്തുകളുള്ള ഒരു ഫാൻ മെയിലുകൾ തുടങ്ങിയ കാലമാണ് അന്നൊക്കെ. അതൊക്കെ നമുക്ക് പരിചയമായി വരുന്നത്. ഒരു ഔട്ട്ഡോർ ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ ഹോട്ടലിൽ ചെല്ലുമ്പോൾ ചാക്ക് കത്തുകളുണ്ടാവുന്നത്. ശ്രീനിവാസൻ എൻ്റെ ക്ലാസ്സിൽ നിത്യ സന്ദർശകനാണ്. ഒഴിവ് സമയങ്ങളിൽ ശ്രീനിവാസനാണ് കൂടുതലും കത്തുകൾ വിളിച്ച് വായിക്കുക. അപ്പോൾ ശ്രീനിവാസൻ്റെ കത്തുകളിൽ നിന്ന് തിരഞ്ഞെടുത്താണ് പ്രിയപ്പെട്ട മമ്മൂട്ടി ചോട്ടൻ എന്നപ്പോൾ. ആ മമ്മൂട്ടി ചേട്ടൻ്റെ കഥയാണ് ശ്രീനിവാസൻ പിന്നീട് മുത്താനംകുന്ന് പുതിയയിൽ ഋഷിയുടെ കഥാപാത്രത്തിൻ്റെ അങ്ങനെയാണ് അടുത്ത വരുന്നത്. അതാണ് മമ്മൂട്ടി ചേട്ടൻ്റെ കഥ. ഇത് വേറെ ഈ സിനിമയിലെ കഥ. പിന്നീട് അതേ ആ ആരാധികയിൽ അന്ന് കത്തെഴുതിയ ഒരു ആരാധികയാണ് ഈ സിനിമയിൽ. അത് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ. നമസ്കാരം. വളരെയധികം സന്തോഷവും അഭിമാനമുണ്ട് ഇങ്ങനത്തെ ഒരു സിനിമ എടുക്കാനും അതിൻ്റെ ഒരു സക്സസ് സെലിബ്രേഷൻ പ്രത്യേകിച്ച് മമ്മൂക്കരോട് ആഘോഷിക്കാൻ സാധിച്ചില്ല. നേരത്തെ ആസിഫ് പറഞ്ഞ പോലെ ഞങ്ങളുടെ ഈ സിനിമയുടെ മുന്നോട്ടുള്ള എല്ലാ ഇതിലും അതേപോലെ തന്നെ ഇതിൻ്റെ സക്സസിലും എല്ലാം ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് മമ്മൂക്കരോട് തന്നെയാണ്. മമ്മൂക്കയുടെ ഒരു അദൃശ്യത സിനിമയിൽ ഉടനീളമുണ്ട്. അപ്പോൾ അതിൻ്റെ ആ സിനിമ ആ രീതിയിൽ റീസൺ. അതേപോലെ തന്നെ അവസാനം ആ സിനിമയുടെ ഏകദേശം അവസാനങ്ങളിൽ മമ്മൂക്കയുടെ ഒരു ഡയലോഗുണ്ട്. അതിൽ ഇൻക്ലൂഡിങ് ഞാൻ പോലും അത് കേട്ടുകഴിഞ്ഞപ്പോൾ കഴിഞ്ഞ നടക്കുന്നതാണ്. അപ്പോൾ അത് ആ സിനിമയുടെ വിജയത്തിൽ ആ ഒറ്റ ഡയലോഗ് തന്നെ പറഞ്ഞെങ്കിൽ വളരെയധികം പറഞ്ഞത്. അപ്പോൾ മമ്മൂക്കനടുത്ത് ഇതിൽ ഒരു നന്ദി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ചെറുതായി പോകും. അപ്പോൾ എന്നും മമ്മൂക്കയുടെ അടുത്ത് കടപ്പെട്ടിരിക്കുന്നു. ഞാനും ഫിലിമും അതേപോലെ ആൻഡ്രേ ജോസഫും ഇതിൻ്റെ എല്ലാവരും ഇതിലെ ക്രൂ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ടെക്നീഷ്യൻസ് എല്ലാവരും. ഓക്കെ, എന്തായാലും ഇതിൽ അത്യാവശ്യം ടെക്നീഷ്യൻസും എല്ലാവരും വന്നിട്ട് എല്ലാവരും ഇതിൽ വന്നതിലും പങ്കെടുക്കുന്നതിലും എൻ്റെ സന്തോഷം അറിയിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടൊരു സിനിമയിൽ മുഖം കാണിക്കുന്നത് 1985-ലാണ്. ആ നേരം അല്പം എന്ന് പറയുന്ന സിനിമയിൽ കടകൊടുത്ത നേരം. അപ്പോൾ ആ സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടർ കമലായിരുന്നു. കമൽ എന്നിട്ട് പറഞ്ഞത് ആ സിനിമ കഴിഞ്ഞിട്ട് പിന്നീട് കമൽ വർക്ക് ചെയ്യാൻ പോകുന്നത് കാതോട് കാതോരം എന്ന് പറയുന്ന സിനിമയിലാണ്. അപ്പോൾ എന്നോട് പറഞ്ഞത് ഭരതേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്, ഞാൻ അവിടെ ചെന്നിട്ട് നോക്കട്ടെ, എന്തെങ്കിലും ഒരു റോൾ ഉണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്നതിനകത്ത് വിളിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിനകത്ത് എനിക്ക് അങ്ങനെ റോളൊന്നും ഉണ്ടായില്ല. എനിക്ക് ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റി.
ഒന്നും ഞാൻ ആലോചിച്ചില്ല. പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ സിനിമയുടെ കഥ ഒരു കഥാതന്തുവായിട്ട് വന്ന് അതിനെ അനുബന്ധിച്ചൊരു സിനിമ ഉണ്ടാവും. ആ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട റോൾ എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ അന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ കാലം നമ്മളറിയാതെ ഇങ്ങനെ നമുക്ക് വേണ്ടി കാത്തു വെക്കുന്ന ചില കാര്യങ്ങളാണ്. ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് തന്നെ ജോഫിൻ വിളിച്ച സമയത്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞു, സിനിമയുടെ തുടക്കത്തിൽ മാത്രം വന്നു പോകുന്ന ഒരു കഥാപാത്രമാണ്, അത് 2 ദിവസം ഒന്ന് അഭിനയിച്ചാൽ മതി. ഞാൻ ജോഫിനോട് ചോദിച്ചു, എനിക്ക് കുറച്ചുകൂടെ നല്ല റോള് തന്നൂടെ, 2 ദിവസമല്ല എനിക്ക് 3 ദിവസമൊക്കെ അഭിനയിക്കാൻ അറിയാം, കുറച്ചുകൂടെ നല്ല വേഷം തന്നൂടെ എന്ന് ജോഫിനോട് ചോദിച്ചു. പറഞ്ഞു വേറെ വേഷങ്ങളുണ്ട്, സിദ്ദിഖിൻ്റെ ഏതെങ്കിലും വേഷം ചെയ്യുന്നതിലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഈ വേഷത്തിന് എനിക്ക് വേറെ ആരെയും കാണാൻ പറ്റുന്നില്ല, ഇത് സിദ്ദിഖ് ചെയ്താൽ തന്നെ നന്നാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ റോളിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നു. അങ്ങനെയാണ് ഞാൻ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത്. ഏതായാലും ഈ ചെറിയ സിനിമയുടെ വലിയ വിജയത്തിന് എനിക്കും കൂടി പങ്കാളിയാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഞാൻ അഭിനയിക്കുന്ന സിനിമകളെല്ലാം എൻ്റെ സിനിമകളാണെന്ന് ആണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെ എൻ്റെ സിനിമ ഒരു വലിയ വിജയത്തിലേക്ക് കുതിക്കുന്നതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. നിങ്ങളോട് എല്ലാവരോടും ഒപ്പം ആ സന്തോഷം പങ്കിടാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. ഈ സിനിമ വലിയ വിജയത്തിലേക്ക് കുതിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഈ വർഷം തുടക്കത്തിൽ 2025 ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് മെസ്സേജ് വന്നു, ചേട്ടാ ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. ഇത്രയും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ആവുന്ന ഞാൻ ഓർത്തില്ല. അത്രയധികം മികച്ച രീതിയിൽ നമ്മൾ അഭിനയിച്ചൊരു സിനിമ ഇവിടെ ഓടുമ്പോൾ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഒരുപാട് അഭിമാനവും സന്തോഷമുണ്ട്. റിയലി ഹാപ്പി ന്യൂ ഇയർ ആണ്. അതിന് കാരണക്കാരനായ എൻ്റെ പ്രിയപ്പെട്ട, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മമ്മൂക്കയാണ്. മമ്മൂക്കായുടെ ഒരു യെസ് ഇല്ലെങ്കിൽ അതൊന്നുമല്ല, ഈ സിനിമയില്ല. അപ്പൊ അതുകൊണ്ട് മമ്മൂക്കയോടാണ് നമുക്ക് ഏറ്റവും വലിയ കടപ്പാട്. ഒപ്പം ജോഫിൻ, ജോൺ, അവരുടെയൊക്കെ സ്നേഹം കൊണ്ട് എനിക്ക് ഈ ക്യാരക്ടർ കിട്ടി. ഒരുപാട് സന്തോഷം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് വലിയ ആശംസകൾ, നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് മനോഹരമായ ചിത്രങ്ങൾ മാത്രം നിർമ്മിക്കുന്ന കാവ്യ ഫിലിം കമ്പനി, അങ്ങനെ ആയിട്ടുണ്ട്. ലിസ്റ്റ് ഇങ്ങനെ തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ ഷോക്കേസിൽ ഏറ്റവും നല്ല സിനിമകൾ മാത്രമാണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും കൂട്ടുകാരനും അല്ലെങ്കിൽ നാട്ടുകാരനും ഒക്കെയായ ആൻഡോ ജോസഫിന് നന്ദി. ആൻഡോ ജോസഫാണ് ആദ്യമായിട്ട് ഈ സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത്. ആ വിളി ഒരു 1.5 വിളിയായിരുന്നു. ഒരുപാട് സന്തോഷം. വീണ്ടും എല്ലാവർക്കും നന്ദി, നമസ്കാരം.